പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, അനൽപമായ സന്തോഷത്തോടും അതിലധികമായ നന്ദിയോടും കൂടിയാണ് ഈ വേദിയിൽ ഇത്തരമൊരു ദൗത്യത്തിനായി ഞാൻ നിൽക്കുന്നത്. ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വീണ് കിട്ടിയ ഒരു അസുലഭമായ അവസരം എന്ന് മാത്രമാണ്. അതിന് കാരണമുണ്ട്. എന്നേക്കാളും അറിവും പരിജ്ഞാനവും വിവേകവുമുള്ള അനേകർ നമ്മുടെ ഇടയിലുണ്ട്, ഈ സദസ്സിലുണ്ട്. എനിക്ക് അതിനിടയിൽ കിട്ടിയ ഒരു അവസരമായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. കാരണം ഘനഗംഭീരമായ ഒരു പുതുവത്സര സന്ദേശം നൽകാനുള്ള പ്രാപ്തിയോ യോഗ്യതയോ എനിക്കില്ല എന്ന് മറ്റുള്ളവരെക്കാളും ഏറെ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. നമ്മെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരാണ്. മാറാൻ ആഗ്രഹിക്കാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. പ്രകൃതി നിയമം പറയുന്നത് എങ്ങനെയാണ്? മാറാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ പ്രകൃതി നമ്മളെ തനിയെ മാറ്റും. ഈ പ്രപഞ്ചത്തിൽ മാറുക എന്ന നിയമം ഒഴികെ സകലതും മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുക. പുതിയ വർഷത്തിൽ നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. നമ്മൾ മാറാൻ തയ്യാറായില്ലെങ്കിലും ഈ പ്രകൃതി നമ്മളെ മാറ്റിയെടുത്തിരിക്കും. നമുക്കറിയാം, ഒരു ജലപ്രവാഹത്തിന് ഒരു വലിയ കല്ല് ഒരിക്കലും തടസ്സമാവുന്നില്ല. അതുമായി നേരിട്ട് ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടാതെ ജലം ആദ്യമേ വഴിമാറി സഞ്ചരിക്കും. പിന്നീട് ക്രമാനുഗതമായി തൻ്റെ ശക്തി കൊണ്ട് ആ കല്ലിനെ ഉരച്ച് ചെറുതാക്കി കളയും. നമ്മുടെ ജീവിതവും ഏതാണ്ട് അതുപോലെയാണ്. നാം പലതിനോടും സമരസപ്പെടാതെ പ്രതികരിച്ച് ഒരുപാട് നാൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കുറേ കഴിയുമ്പോൾ ഈ പ്രകൃതി, ഈ പ്രപഞ്ചം നമ്മളെ മാറ്റിയിരിക്കും. 2026 വ്യക്തിപരമായി ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു മിറക്കിൾ ഇയറാണ്. 2026 ഒരു അത്ഭുത വർഷമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറാൻ പോവുകയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. കൂടുതൽ അധ്വാനമൊന്നും വേണ്ടാത്ത ഒരു ചെറിയ കാര്യം, അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചോളാം. നമ്മുടെ മുമ്പിലുള്ള സാധ്യതകളെ നാം കണ്ടെത്തണം. എന്താണ് നമ്മുടെ മുമ്പിലുള്ള സാധ്യത? പുഴുവായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പൂമ്പാറ്റയായി മാറാനുള്ള അനിതര സാധാരണമായ സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഫലം പുറപ്പെടുവിക്കാത്ത അവസ്ഥയിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ മാറ്റപ്പെടാൻ അല്ലെങ്കിൽ മാറാൻ ശ്രമിച്ചിട്ടും മാറ്റാൻ കഴിയാത്ത ചില തീരുമാനങ്ങൾ മാറ്റി ആ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യത നമ്മിലുണ്ട്. ഈ സാധ്യതയെ പ്രയോജനപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം അനുഗ്രഹപ്രദമായി മാറും. ഒരു പുസ്തകത്തിൽ, ഫേബ ട്രോട്ട്മാൻ എന്ന പുസ്തകത്തിൽ, നെവർ ക്വിറ്റ് ഓൺ എ ബാഡ് ഡേ, നിങ്ങളുടെ മോശം ദിവസത്തിൽ നിങ്ങൾ പിന്മാറിപ്പോകരുത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മോശം ദിവസം ഉണ്ടാകും, മോശം കാലഘട്ടം ഉണ്ടാകും. നമ്മൾ ഒരിക്കലും ആ സന്ദർഭത്തിൽ ഗിവപ്പ് ചെയ്യാൻ തയ്യാറാവരുത്. നിരന്തരം പോരാടിക്കൊണ്ടിരിക്കണം, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പരിശ്രമിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഈ പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരും, അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് നിങ്ങൾക്ക് പറന്നുയരാൻ സാധിക്കും. ഇങ്ങനെയാ പറയുന്നത്, ഫെയിൽ ഫാസ്റ്റ്, ലേൺ ഫാസ്റ്റ് ആൻഡ് റൈസ് ഫാസ്റ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തോൽക്കാൻ പഠിക്കണം, തോൽക്കാൻ മടിച്ചു നിൽക്കരുത്. തോറ്റാലേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. വീഴാൻ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ വീഴണം, വീണാലേ നിങ്ങൾ എഴുന്നേൽക്കുകയുള്ളൂ.
പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കണം. ആ പരാജയം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ഈ വർഷം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അനന്ത സാധ്യതകളുടെ കലവറയായ മനുഷ്യൻ പലപ്പോഴും ഒന്നും നേടിയെടുക്കാതെ ഉള്ളതിൽ സംതൃപ്തനായി ജീവിക്കുക. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിലൊരു കംഫർട്ട് സോൺ കണ്ടെത്തി അതിനുള്ളിൽ ജീവിക്കുന്നു. ഈ പുതിയ വർഷം അതിനെയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒരു മിറക്കിൾ ഇയറാക്കി മാറ്റാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരാൻ പറ്റിയ ഒരാളല്ല. പലപ്പോഴും ഞാൻ പ്രസംഗിക്കുമ്പോൾ ശ്രമിക്കുന്നൊരു കാര്യം ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയാണ് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ ചില കാര്യങ്ങൾ ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്. നിങ്ങൾ ആ രീതിയിൽ മാത്രം അതിനെ എടുത്താൽ മതി. വളരെ സന്തോഷം. നന്ദി. നമസ്കാരം.